സർക്കാർ സഹായത്തോടെയുള്ള ലോകത്തെ രണ്ടാമത്തെ സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് പൂർത്തിയാകുന്നത്. അമേരിക്ക ആസ്ഥാനമായുള്ള ആക്സിയം സ്പേസും സ്പേസ് എക്സും ISROയും നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നുള്ള സംയുക്ത ദൗത്യമാണിത്. കഴിഞ്ഞ ജൂൺ 25-നാണ് കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് 4-അംഗ സംഘം ഉൾക്കൊള്ളുന്ന ഡ്രാഗൺ പേടകത്തെയും വഹിച്ച സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചുയർന്നത്. ജൂൺ 26-ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ദൗത്യസംഘം നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ 4 ദിവസമധികം നിലയത്തിൽ ചെലവഴിച്ചാണ് ഭൂമിയിലേക്ക് മടങ്ങുന്നത്. ഭാവി ബഹിരാകാശ യാത്രകൾക്കും ശാസ്ത്ര ഗവേഷണങ്ങൾക്കും മുതൽക്കൂട്ടാകുന്ന 60 പരീക്ഷണങ്ങളാണ് സംഘം പൂർത്തിയാക്കിയത്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയാണ് ദൗത്യത്തിന്റെ പൈലറ്റ്. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി ശുഭാംശു. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനെന്ന നേട്ടവും ശുഭാംശു സ്വന്തമാക്കി. വെറ്ററൻ ബഹിരാകാശ യാത്രിക പെഗ്ഗി വിറ്റ്സൺ കമാൻഡറായുള്ള ദൗത്യത്തിൽ പോളണ്ടുകാരനായ സ്ലവോഷ് ഉസ്നാൻസ്കിയും ഹംഗറിക്കാരൻ ടിബോർ കാബുവും മിഷൻ സ്പെഷ്യലിസ്റ്റുകളാണ്. മടക്കയാത്രയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായെന്ന് ആക്സിയം സ്പേസ് വ്യക്തമാക്കി. സംഘം നിലയത്തിലെത്തിയ അതേ ഡ്രാഗൺ പേടകത്തിൽ തന്നെയാണ് ഭൂമിയിലേക്കുള്ള മടക്കവും. ഉച്ചയ്ക്ക് 2:50-ന് യാത്രികർ പേടകത്തിനകത്തു കയറുകയും ഹാച്ച് അടയ്ക്കപ്പെടുകയും ചെയ്യും. 4:35-ന് പേടകം ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്യപ്പെടും. 1.5 മണിക്കൂറോളം സമയമെടുത്ത് നിലയത്തിൽ നിന്ന് സുരക്ഷിത അകലത്തിലെത്തിയ ശേഷമാകും ഭൂമിയെ ലക്ഷ്യമാക്കി അതിവേഗ യാത്ര തുടങ്ങുക. 22 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയ്ക്കൊടുവിൽ കാലിഫോർണിയയ്ക്കടുത്ത് പസഫിക് സമുദ്രത്തിൽ ഡ്രാഗൺ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യും. കപ്പലിലെത്തി വിദഗ്ധർ പേടകത്തെയും യാത്രികരെയും കരയിലേക്ക് മാറ്റും. മടക്കയാത്രയ്ക്ക് മുന്നോടിയായി ഇന്നലെ ബഹിരാകാശ നിലയത്തിൽ ആക്സിയം 4 സംഘത്തിന് ഔപചാരിക യാത്രയയപ്പ് നൽകിയിരുന്നു. ദൗത്യത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് പറഞ്ഞ ശുഭാംശു ശുക്ല രാജ്യത്തിനും ജനങ്ങൾക്കും നന്ദി പറഞ്ഞു. I would like to take this opportunity to thank my country and all their citizens for supporting this mission and me with all their hearts. 41 വർഷങ്ങൾക്ക് മുമ്പ് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ശുഭാംശു ആവർത്തിച്ചു. സാരേ ജഹാൻ സെ അച്ഛ. 41 साल पहले कोई भारतीय अंतरिक्ष में गए थे और उन्होंने हमें बताया था कि ऊपर से भारत कैसा दिखता है. और कहीं ना कहीं मुझे लगता है कि हम सब ये जानना चाहते हैं कि आज भारत कैसा दिखता है. मैं आपको बताता हूँ, मैं एक बार फिर से कह सकता हूँ कि आज का भारत अभी भी सारे जहाँ से अच्छा दिखता है. ഭൂമിയിലെത്തുന്ന ആക്സിയം സംഘത്തിന് 7 ദിവസം പുനരധിവാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടാനാണ് പുനരധിവസിപ്പിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശുഭാംശു ശുക്ല നാട്ടിലെത്തുമ്പോൾ വൻ വരവേൽപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം.